ഒരു വിഭാഗത്തിന്റെ മതപഠനത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു മിനിറ്റ് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പല സമുദായങ്ങൾ പുലരുന്ന കേരളീയ അന്തരീക്ഷത്തിൽ അത് പല തരത്തിലുള്ള വിഭാഗീയത, ധ്രുവീകരണം, ചേരിതിരിവ് ഉണ്ടാക്കും. അത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ സ്കൂളുകളിലൊക്കെ അത് വരുന്നത് വലിയ കഷ്ടമാണ്. കാരണം നമ്മുടെ മതേതരത്വത്തിന്റെയും സമുദായ മൈത്രിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആധാരം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ്. ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് കുളിച്ചു, ഒന്നിച്ച് തല്ലുകൂടി, ഒന്നിച്ച് നാടകം കണ്ടു, ഫുട്ബോൾ കളിച്ചു, അങ്ങനെ ഒന്നിച്ച് എല്ലാ പാഠങ്ങളും എല്ലാവരുടെയും അധ്യാപകർ തുല്യരാണ്. അങ്ങനെ അത്തരം ഒരു സമാനതയിൽ നിന്നാണ് ഇവിടുത്തെ സമുദായ സൗഹാർദ്ദം വാസ്തവത്തിൽ പുലരുന്നത്. അപ്പൊ അതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ചർച്ച ഉൽപ്പാദിപ്പിക്കാൻ വാസ്തവത്തിൽ പാടില്ലാത്തതാണ്. മുസ്ലിങ്ങൾ വന്നാൽ എപ്പോഴും അവർക്ക് വേറിട്ട് നിൽക്കണം, അവരുടെ മതകാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല, 7ാം ക്ലാസ് വരെ ആണ് ഇപ്പോ സമയമാറ്റമില്ലാത്തത്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്കറിയുന്ന പല കുട്ടികളും മദ്രസ പഠനത്തിൽ പോകുന്നില്ല. ഇനി ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനെ പോകാറില്ല. 5ാം ക്ലാസ് കഴിഞ്ഞാൽ മതപഠനത്തിന് പോകാറില്ല. 8, 9, 10 ക്ലാസ്സിലെ ഈ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാതെ അത് ഒരു പ്രശ്നമാക്കി എടുത്തിട്ട് പൗരോഹിത്യത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കി അതൊരു സമ്മർദ്ദ തന്ത്രം ആക്കി എടുത്തിട്ട് അവരുടെ വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്തുക, അവരുടെ കഴിവ് കാണിക്കുക. അവരിപ്പോ മറ്റിടത്തൊക്കെ അവർ ജയിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് ഇത് കൂടി ആലോചിക്കേണ്ടവരോടൊക്കെ കൂടി ആലോചിച്ചു എന്നാണ് എനിക്കുള്ള വിവരം. അതായത് അധ്യാപക സംഘടനകളോടും രക്ഷകർത്താക്കളോടൊക്കെ പിന്നെ മതസംഘടനകളോട് കൂടി ആലോചിക്കണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അസംബന്ധമാണ്. അവർ അത് അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അവരുടെ ഒരു സമയം 10 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, 5 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ അസംബന്ധമായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അത് ധിക്കാരപരമായ പോക്കായി അതിന്റെ കുറ്റഫലം അവരനുഭവിക്കേണ്ടി വരും. എനിക്കിത് വളരെ കഷ്ടമായിട്ട് തോന്നുന്നു. എന്താ കാര്യം വെച്ചാല് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ പ്രാതിനിധ്യം ഈ കെ സംസ്ഥ ഏൽക്കുന്നത്, അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് തീരെ അബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സമയത്തിന്റെ ക്രമീകരണത്തിൽ എന്തൊക്കെ അസൗകര്യമുണ്ട് എന്ന് പറയേണ്ടത് അധ്യാപകരോ കുട്ടികളോ രക്ഷകർത്താക്കളോ ആണ്. അതിൽ സംസ്ഥയ്ക്ക് എന്താ റോൾ എനിക്ക് മനസ്സിലായി. കാരണം സമസ്ത അവരുടെ മതപഠനത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറല്ല. അവർക്ക് പരാതി പറയാൻ പാടില്ല, പരാതി പറയാൻ പാടുണ്ട്. പക്ഷേ ഇതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത് പരാതി പറച്ചിലല്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ. അതൊന്നും ജനാധിപത്യമല്ല, അത് കൃത്യമായ ഭീഷണിയാണ്. ഉമർ ഫൈസിയുടെ സ്വരത്തിൽ ഇപ്പൊ കേട്ടത് ഉമർ ഫൈസി പറഞ്ഞാണല്ലോ, അത് കൃത്യമായ ഭീഷണിയാണ്. അത്തരം ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചിട്ട് നേരത്തെ പിണറായി ഗവൺമെന്റ് ചിലന്ന് പിന്നാക്കം പോയിട്ടുണ്ട്. ആ അനുഭവം ഇവർക്കുണ്ട്. വഖഫ് ബോർഡിന്റെ PSC നിയമനം, അല്ലെങ്കിൽ കുട്ടികളുടെ യൂണിഫോമിന്റെ കാര്യം, അല്ലെങ്കിൽ സുംബ ഡാൻസിന്റെ കാര്യം. അങ്ങനെ അപ്പോ ഈ മതപൗരോഹിത്യം ഇവരൊരു സമാന്തര ഭരണകൂടമാണ് എന്ന് ഭാവിക്കുകയാണ്. പക്ഷെ ഇത്തരം ചർച്ചകളൊക്കെ വളരെ സമൂഹത്തിൽ അനാരോഗ്യകരമായ പ്രവണതകൾ സൃഷ്ടിക്കും.